അടുത്ത നമ്മൾ ചെങ്ങന്നൂരിലേക്കാണ് പോകുന്നത്. സജി ചെറിയാന്റെ മണ്ഡലം. അതെ, വാർത്ത സൃഷ്ടിക്കുന്ന മന്ത്രിയുടെ മണ്ഡലം. അതെ, നിരന്തരം വാർത്ത സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മികച്ച മാർക്ക്. വാർത്ത സൃഷ്ടിക്കുന്നത് റാങ്ക് എത്രയാണ്? 30ാം മികച്ച റാങ്കാണ് സജി ചെറിയാൻ. മന്ത്രി എന്ന നിലയിലും സജി ചെറിയാൻ 110 പേരെ പിന്നിലാക്കി 30ാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഭൂരിപക്ഷം നോക്കൂ. കഴിഞ്ഞ ഭൂരിപക്ഷം നോക്കൂ. 32,000. ചെങ്ങന്നൂരിൽ അതുകൊണ്ട് സജി ചെറിയാൻ ഇപ്പോഴും സേഫ് ആണെന്ന് പറയാം. ചെങ്ങന്നൂർ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സർവേയിൽ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ വളരെ മുന്നിലാണ്. മാത്രമല്ല ഷഫീഖ് ഓർമ്മിക്കുന്നില്ലേ, വെള്ളം കയറുന്ന സമയത്ത് സജി ചെറിയാന്റെ കരച്ചിൽ ഒരു നിലവിളി അല്ലേ, ഒരു നാടിനെ രക്ഷിച്ച സജി നിലവിളിയാണ്. ചെറിയാന്റെ കരച്ചിൽ ഇപ്പോഴും സജി ചെറിയാന്റെ വികാരങ്ങൾ. അവിടെ ചെങ്ങന്നൂർ, ഞാൻ വീണ്ടും ഫെസ്റ്റിന്റെ കാര്യം പറയുന്ന കാര്യം, അവിടെ ഒരു ഗംഭീരമായ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഫെസ്റ്റുകൾ അടക്കം ഒരുപാട് സംഘടിപ്പിച്ച് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ്. ആ മണ്ഡലത്തിലാർക്ക് ഇപ്പോ കുന്തവും കുടച്ചക്രവും ഒക്കെ ഒരു ഇന്റലക്ച്വൽ എലീറ്റ് ഡിസ്കസ് ചെയ്ത വിഷയമാണ്. അവിടുത്തെ സാധാരണക്കാരുടെ ഇടയിൽപ്പെട്ടാൽ സജി ചെറിയാന് അത്ര വലിയ ജനകീയതയുണ്ട്. കുന്തവും വോട്ടർമാരൊക്കെ നേരിട്ട് പേര് വിളിച്ച്. അത് മാത്രമല്ല, സജി ചെറിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബൈക്ക് എടുത്ത് യാത്ര ചെയ്ത് ഓരോ വീടുകളിൽ പോകുന്ന ആളുകളുടെ നിലയ്ക്ക് വളരെ ജനകീയമാണ്. ബൈക്ക് എടുത്ത് പോയപ്പോ ഹെൽമെറ്റ് വെച്ചില്ലാത്തൊരു കേസും. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വീട് കയറുന്ന വീഡിയോകൾ വളരെ വൈറലായിരുന്നു. ഓരോ വീട്ടിലും ചെന്നിട്ട് ചേച്ചിമാരുടെ പേരൊക്കെ വിളിച്ച് വളരെ സൗഹൃദത്തിലുള്ള ആ നാട്ടിൽ ഗ്രാമീണ തലത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം ജനകീയത ആ നിലയ്ക്കുള്ള ജനകീയത അങ്ങനെ കേരളത്തിൽ എണ്ണം പറഞ്ഞ ഇത്തരം നേതാക്കന്മാർ കുറവാണ് കേട്ടോ. അത് രണ്ട് പാർട്ടിയിലും കുറവാണ്. അവിടെയാണ് സജി ചെറിയാൻ വ്യത്യസ്തമാവുന്നത്. വോട്ടർമാരുടെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞു പോകാൻ കഴിയുന്നത് സജി ചെറിയാൻ. 30ാം റാങ്ക്. അടുത്തത് കൽപ്പറ്റയും നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ്. കൽപ്പറ്റന്റെ പെർഫോമൻസ് നല്ല പോയിന്റ് ആണ്. റാങ്ക് 15ാം റാങ്ക്. ടി സിദ്ദിഖിന് ആ കൂക്കിവിളി അർഹതയില്ലാത്ത കൂക്കിവിളിയായിരുന്നു. അതൊരു രാഷ്ട്രീയ കൂക്കുവിളിയായിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവ് തന്നെ തള്ളിക്കളയുകയും ചെയ്തു. കൽപ്പറ്റ മണ്ഡലത്തിൽ നോക്കൂ, IC ബാലകൃഷ്ണൻ പിന്നിൽ പോവുകയും സിദ്ദിഖിന് മുന്നിൽ വരാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്നറിയോ, ടി സിദ്ദിഖ് എന്തൊക്കെ വിവാദങ്ങളുണ്ടെങ്കിലും ആ മണ്ഡലത്തിലെ എല്ലാ ജനകീയ വിഷയങ്ങളിലും മുൻപിലുണ്ട്. നിങ്ങൾ അവിടുത്തെ സിദ്ദിഖ് നടത്തിയ സമരങ്ങൾ നോക്കൂ. താഴെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ വളവ് മുതൽ അങ്ങ് കൽപ്പറ്റയിൽ വരെ റോഡിന്റെ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് കുരുക്കഴിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ യാത്രയുണ്ട്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കാണുകയല്ലേ ലോകത്തെ അറിയിക്കാൻ മാധ്യമങ്ങളടക്കം ആശ്രയിക്കുകയും ചെയ്തു. ടി സിദ്ദിഖ് ആ സമയത്ത് നടത്തിയ ഇടപെടൽ കൽപ്പറ്റക്കാരും വയനാടുകാരും ഓർമ്മിക്കും. പ്രത്യേകിച്ച് ഈ കൽപ്പറ്റ മണ്ഡലം വരുന്നത്, ഈ മേപ്പാടി വരുന്നത് കൽപ്പറ്റയിലാണല്ലോ അല്ലെ. മേപ്പാടി മാത്രമല്ല, നമ്മുടെ സർവേയിൽ ഇത്തരം പ്രതിസന്ധികളിൽ പ്രവർത്തിച്ച ആളുകളുടെ മുഴുവൻ മാർക്ക് നമുക്ക് കാണാം. AKM അഷ്റഫ് മുതൽ ടി സിദ്ദിഖ് വരെ ഇത്തരം ക്രൈസിസിന്റെ സ്ഥലങ്ങളിൽ വളരെ ജനകീയമായി ഇടപെട്ട മനുഷ്യർക്കെല്ലാം MLA മാർക്കെല്ലാം ആ നിലയ്ക്കുള്ള പിന്തുണ. ഷഫീഖ്, എനിക്ക് അതിനകത്തൊരു നമ്മൾ അക്കാഡമിക് ആയിട്ട് നോക്കിയാലേ, ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ളതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ എഫിഷ്യൻസി എന്ന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യമാണെങ്കിലും MLA-മാരുടെ കാര്യമാണെങ്കിലും മന്ത്രിമാരുടെ കാര്യമാണ്. സർക്കാരിനെ വീണ്ടും തെരഞ്ഞെടുത്തത് പോലും അതുകൊണ്ടാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ കേരളത്തിൽ ഒരു ഫിഗറായി മാറുന്നത് എങ്ങനെയാണ്? ആ ക്രൈസിസ് മാനേജർ എന്ന നിലയിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായി ഭരണ തുടർച്ച ഉണ്ടാവുന്നത് പോലെ ഒരു അപ്പൊ ക്രൈസിസ് മാനേജ്മെന്റ് ആണ് കേരളത്തിൽ പൊളിറ്റിക്കൽ എഫിഷ്യൻസി നിശ്ചയിക്കുന്ന പ്രധാന മാനദണ്ഡം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. അതിന് തെളിവാണ് ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ 82 മാർക്കോടുകൂടി 15ാം റാങ്കിൽ നിൽക്കുന്നു. നമുക്ക് ഇതുവരെയുള്ള 10 MLA-മാരെ ഒന്ന് നോക്കാം. ഇതുവരെയുള്ള മണ്ഡലങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പട്ടികയായി വരും. ആരൊക്കെയാണ് പ്രകടനം നടത്തിയത് എന്നത് നമുക്ക് പരിശോധിക്കാം. 2ാം റാങ്കുകാരൻ VK പ്രശാന്ത്, 6ാം റാങ്ക് KV ഗണേഷ് കുമാർ, 10 PA മുഹമ്മദ് റിയാസ്, ഏറ്റവും പിന്നിൽ 114ാം റാങ്കുമായി IC ബാലകൃഷ്ണൻ, 15 ടി സിദ്ദിഖ്, 17 KK ശൈലജ, 21 കടകംപള്ളി. നോക്കൂ, KK ശൈലജയേക്കാൾ മുന്നിലാണ് ടി സിദ്ദിഖ്. മികച്ച പ്രകടനം ടി സിദ്ദിഖിന്റേതും അതേപോലെ VK പ്രശാന്തിന്റേതും.